കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിനു പിന്നാലെ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ആശങ്കയിലാണ്. അപകടവും എണ്ണച്ചോർച്ചയും കേരള തീരത്തെ മത്സ്യങ്ങളുടെ ലഭ്യതയെയും മത്സ്യബന്ധനത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മീൻ കൂട്ടിയുള്ള ഊണ് സാധ്യമാകുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. നിലവിൽ ഈ ആശങ്ക വേണ്ടെന്ന് കുഫോസ് പ്രൊഫസർ ചെയർമാൻ ഡോക്ടർ വി.എൻ. സജീവൻ പറയുന്നു. 365 ടൺ ചരക്ക് മാത്രമാണ് മുങ്ങിയ കപ്പലിൽ ഉള്ളത്. സംഭവത്തിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വാതകം പടരാതിരിക്കുവാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട്. മേഖലകളിൽ മീൻപിടുത്തം തടഞ്ഞിട്ടുണ്ട്. സ്ഫോടനം ഉണ്ടായേക്കാവുന്ന കാൽസ്യം കാർബൈഡ് തുടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത്. വെള്ളവുമായി കൂടിക്കലരുമ്പോൾ ആസ്റ്റലിൻ വാതകം ഉണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്നും മുൻകരുതലുകൾ മാത്രം മതിയെന്നും കുഫോസ് വിശദമായ പഠനം നടത്തുന്നുണ്ടെന്നും വി.എൻ. സജീവൻ പറയുന്നു. ഇന്ധനം ചോർന്നാൽ ആദ്യം കടലിന്റെ ഉപരിതലത്തിലാണ് കാണപ്പെടുക. ഇത് ഉപരിതലത്തിലെ മത്സ്യങ്ങളെ ബാധിച്ചേക്കാം. പക്ഷേ വ്യാപകമായ എണ്ണ വ്യാപനമാണെങ്കിൽ വലിയ മത്സ്യങ്ങൾ ഈ പ്രദേശം ഒഴിവാക്കുകയാണ് പതിവ്. മലിനീകരണമുണ്ടെങ്കിൽ വലിയ മത്സ്യങ്ങൾ ഈ പ്രദേശത്ത് നിൽക്കില്ല. അതേസമയം വ്യാപിക്കുന്ന എണ്ണ അവിടെ വളരെ കാലം നിലനിൽക്കുകയും ചെയ്യും. തുടക്കത്തിൽ ഒരു പാടായി കാണപ്പെടുന്ന ഇത് പിന്നീട് വെള്ളത്തിൽ മെഴുക്ക് പോലെ രൂപപ്പെടും. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ പല ജീവികളും ആഗിരണം ചെയ്യുകയാണ് പതിവ്. അത് ഭക്ഷണത്തിലൂടെയാകാം, അല്ലെങ്കിൽ ശരീരത്തിലൂടെ ആഗിരണം ചെയ്യപ്പെടാം. മത്സ്യങ്ങൾ ഭക്ഷണമാക്കുന്ന പ്ലവകങ്ങളും മറ്റും ജലത്തിന്റെ ഉപരിതലത്തിലാണുള്ളത്. എണ്ണ ഉപരിതലത്തിലുണ്ടെങ്കിൽ ഇവയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ ബിജുകുമാർ പറയുന്നു. അധികം വരുന്ന എണ്ണ ടാർബോളുകളായി പാരഫിനാണ്. അത് സമുദ്രത്തിന്റെ അടിയിൽ നിക്ഷേപിക്കപ്പെടാം. ഇങ്ങനെ രൂപപ്പെടുന്ന പാരഫിൻ ബോളുകൾ വളരെ ദൂരത്തിൽ വ്യാപിക്കുകയും പല സമുദ്രജീവികളും ആഹാരമാക്കുകയും ചെയ്യും. അവിടെയുള്ള കക്ക, ചെമ്മീൻ എന്നിവയെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. ടാർബോളുകൾ ദീർഘകാലം രൂപമാറ്റമില്ലാതെ തുടരുകയും പലയിടത്തായി വ്യാപിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് സമുദ്രത്തിൽ പടരുന്നത് തടയുക എന്നതാണ് നിലവിൽ ചെയ്യുന്നത്. കൂടുതൽ സ്ഥലത്ത് വ്യാപിക്കാതെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചാൽ അതിന്റെ ആഘാതം ലഘൂകരിക്കാം. സാധാരണ എണ്ണച്ചോർച്ച നടന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ മത്സ്യബന്ധനം താൽക്കാലികമായി നിരോധിക്കാറുണ്ട്. മത്സ്യം കഴിക്കുന്നതും വിലക്കും. എന്നാൽ ഇവിടെ എണ്ണച്ചോർച്ചയുടെ സാഹചര്യങ്ങളൊന്നും വലുതായി കാണാനായിട്ടില്ല. ആ പ്രദേശത്തെ എല്ലാ ജീവജാലങ്ങളെയും നിരീക്ഷിക്കുക എന്നതാണ് പൊതുവിൽ ചെയ്യേണ്ടത്. എത്ര അളവിൽ ഇത് വ്യാപിക്കുന്നു എന്നതും പ്രധാനമാണ്. ചെറിയ അളവിലാണെങ്കിൽ മനുഷ്യജീവന് വിനാശകരമാകുന്ന തരത്തിലുള്ള വിഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ അക്യുമുലേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ദീർഘകാലത്തേക്ക് സംഭവിക്കുന്നതാണ്. ഇത് നിരീക്ഷിക്കേണ്ടതുണ്ട്. വലിയ തോതിലുള്ള വ്യാപനമാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ മത്സ്യങ്ങളും മറ്റു ജീവികളും ഒഴിവാക്കുകയാണല്ലോ പതിവ്. സാധാരണഗതികൾ മത്സ്യങ്ങൾ ആ ഭാഗത്ത് നിൽക്കില്ല. പക്ഷേ ദീർഘകാലമാകുമ്പോൾ മത്സ്യങ്ങളുടെ ഭക്ഷണം വഴി ഇവ അകത്തേക്കെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത്. അതേസമയം കേരളത്തിലെ മീനാണെങ്കിൽ വേണ്ട എന്നും തമിഴ്നാട്ടിലുള്ള മീൻ മതിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന മീനാണെങ്കിൽ വേണ്ട, തമിഴ്നാട്ടിലുള്ള മീൻ മതിയെന്നാണ് ഇപ്പോൾ ഈ കണ്ടെയ്നർ അടിഞ്ഞ പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത്. കൊച്ചി ചരക്ക് കപ്പൽ അപകടത്തിന് ശേഷം കേരള തീരത്തു നിന്നുള്ള മീൻ വാങ്ങാൻ ആളുകൾ മടി കാണിക്കുകയാണ്. കടലിൽ എണ്ണച്ചോർച്ചയുണ്ടായതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചതോടെയാണ് പലരും കടൽ മത്സ്യം വാങ്ങുന്നത് കുറച്ച് കായൽ മത്സ്യങ്ങൾ വാങ്ങാൻ തുടങ്ങിയെന്ന് മത്സ്യവ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്ടിലെ കടലൂർ, രാമേശ്വരം, തൂത്തുക്കുടി, പോണ്ടിച്ചേരി തുടങ്ങിയ തീരങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങൾക്കായിരിക്കും പ്രധാനമായും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഇവയുടെ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. ആളുകൾ എവിടെ നിന്ന് പിടിച്ച മീനാണെന്ന് ചോദിച്ചു വാങ്ങുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. വിൽപ്പനയ്ക്ക് ലഭ്യമാക്കുന്നവ ഏത് പ്രദേശത്തു നിന്ന് പിടിച്ചതാണെന്ന് അറിയുന്നതിനായി മത്സ്യങ്ങളുടെ കവറുകളുടെ മുകളിൽ ലേബൽ പതിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ജനസംഖ്യയുടെ 53% പേരും ദിവസവും മത്സ്യം കഴിക്കുന്നവരാണ്. അതേസമയം നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇതിനു പുറമെയാണ് ഇപ്പോൾ പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്.
രാസവസ്തുക്കൾ കടലിൽ വ്യാപകമായി കലരാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ തങ്ങളുടെ വരുമാനമാർഗം നിലച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അതേസമയം എണ്ണ മലിനീകരണം സമുദ്രജീവികൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായും മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതുമാണെന്നും പറയുന്നുണ്ട്. എണ്ണ ചോർച്ച വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് സമുദ്ര ഉൽപാദനക്ഷമതയെ വളരെയധികം ബാധിച്ചേക്കാം. മത്തി മുതൽ ചൂര, സ്രാവുകൾ വരെയുള്ള മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും നിർണായകരമായ കാലഘട്ടമായ മൺസൂൺ സമയത്ത് അപകടമുണ്ടായത് വലിയ തിരിച്ചടിയാണ്. ഇത് മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട്. കാൽസ്യം കാർബൈഡ് പോലെയുള്ള അപകടകരമായ ചരക്കുകളും 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലുമാണ് ലൈബീരിയ പതാകയുള്ള MSC എൽസ 3 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. രാസവസ്തുക്കൾ കടലിൽ വ്യാപകമായി കലരാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തലിന് ദിവസങ്ങൾ എടുക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എണ്ണ മലിനീകരണം ലോലമായ സമുദ്രജീവികൾക്ക് ഗുരുതരമായ ഭീഷണി ഉണർത്തുന്നതും മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതുമാണ്. എണ്ണ ചോർച്ച വ്യാപിക്കുകയാണെങ്കിൽ അത് സമുദ്ര ഉൽപാദനക്ഷമതയെ വളരെയധികം ബാധിച്ചേക്കാം. മത്തി മുതൽ ട്യൂണ, സ്രാവുകൾ വരെയുള്ള പൊലാജിക് മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും നിർണായകമായ കാലഘട്ടമായ മൺസൂൺ സമയത്ത് അപകടമുണ്ടായത് വലിയ തിരിച്ചടിയാണ്. കേരള തീരത്തുള്ള മത്സ്യങ്ങളുടെ വിൽപ്പന ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പല പ്രമുഖ കടകളും നിർത്തിവച്ചിരിക്കുകയാണ്. കൊച്ചിയിലേക്ക് വന്ന ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട നിരവധി ഊഹാപോഹങ്ങളാണ് നടക്കുന്നത്. തീരദേശ പ്രദേശങ്ങൾ, അതായത് കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചിയിലുമൊക്കെ ജാഗ്രത നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനടുത്തേക്കൊക്കെ പോകുന്നതും ചില പെട്ടികളിൽ 12ഓളം പെട്ടികളിൽ എന്താണ് എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വരാത്തതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ആളുകൾ ഭയപ്പാടിലാണ്. ഇപ്പോൾ മീൻ വ്യാപാരം, മത്സ്യവ്യാപാരമൊക്കെ വ്യാപാരികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമൊക്കെ വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ആളുകൾക്കൊക്കെ വലിയ ഭയമാണ്. എന്തെങ്കിലും സംഭവിക്കുമോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരെ ഇതുകൊണ്ട് ഉണ്ടാകാം എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മീൻ കഴിക്കരുതെന്നോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് പൊതുവേ ഒരു ഭയം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള മീനാണെങ്കിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന നിലപാടൊക്കെ സ്വീകരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മീൻ വിഭവങ്ങൾ കഴിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമോ അതോ കഴിക്കാതിരിക്കണമോ, എത്ര നാൾ വരെ കഴിക്കാതിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ ഒരു നിലപാട് ജനങ്ങളെ അറിയിക്കുന്നതുവരെ ഈ ആശങ്ക തുടരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.